സാധാരണ ഒരാൾ വിടുന്ന കൈ ഓടിയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വീട്ടിലൊക്കെ ഈ ഒടിവ് ചതവ് കൈയും കാലും പൊടിച്ച് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? നമുക്ക് ഒടിവും ചതവും അതുപോലെ വെക്കേഷൻ സമയത്ത് കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഇട്ട് വീട്ടിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ സമ്മർ വെക്കേഷൻ സമയത്താണല്ലോ ഈ ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ആയുർവേദത്തിൽ ഫ്രാക്ചർ ഉണ്ടോ അല്ലെങ്കിൽ ഫ്രാക്ചർ മാനേജ്മെൻറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലം കൂടിയാണിത്. അപ്പോൾ എന്താണ് ഫ്രാക്ചർ എന്ന് ആയുർവേദത്തിൽ നമുക്ക് പറയുന്നത് നോക്കാം. ഇതിനെ കോമൺ ആയിട്ട് ഭഗ്നം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗ്നം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ breaking or the separation or the fragment. Asti Visleshe Atra Bhagne means discontinuity of bones or joints is known as Bhagna. നമ്മുടെ സ്കോളേഴ്സ് ആയിട്ടുള്ള ചരകൻ, സുശ്രുതൻ, വാഗ്ബടൻ ഇവർ 3 പേരും ഭഗ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ഭഗ്നം എന്ന ടേമിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫ്രാക്ചർ ആൻഡ് ഡിസ്ലൊക്കേഷൻ, ഇത് രണ്ടും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഫ്രാക്ചറിനെ കാണ്ഡഭഗ്നമെന്നും അതുപോലെ ഡിസ്ലൊക്കേഷനെ സന്ധിമുക്തം എന്നാണ് പറയുന്നത്. കാണ്ഡഭഗ്നത്തെയാണ് നമ്മൾ ഫ്രാക്ചർ എന്ന് വിളിക്കുന്നത്. അതിനുള്ള കാരണങ്ങളെ നമ്മൾ നിദാനങ്ങൾ എന്നാണ് പറയുന്നത്. ആ നിദാനങ്ങൾ എന്താണെന്ന് നോക്കിയാൽ പതന, പീഡന, പ്രഹാര, ആക്ഷേപണ, വ്യാളമൃഗദശന, പ്രകൃതി വിത്തതികാത വിശേഷ, അനക്ക വിധവസ്തന, ഭംഗം, ഉപദിശ്യത. അപ്പോൾ ഇതിന് കുറേ കാരണങ്ങളാണല്ലോ ഇത് പറഞ്ഞത്. ഇനി അതിനെ ഡീകോഡ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പതനം. ഇറ്റ് ഇസ് എ ഫാൾ ഫ്രം എ ഹൈറ്റ് ഓർ ഇൻ ടു എ പിറ്റ് ഓർ ഇൻ ടു എ ഗ്രൗണ്ട് വിത്ത് അൺസ്ട്രെച്ച്ഡ് ഹാൻഡ്സ്. Next one is പീഡനം. That means the compression forces affect directly or indirectly to the bones. Next one is praharam, which means a strong blow from a blunt instruments, which may be ലാത്തി. ഈ ലാത്തി ചാർജിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളാവാം. അടിയൊക്കെ കിട്ടാറില്ലേ, അങ്ങനെ ആവാം. അതല്ലെങ്കിൽ മുഷ്ടി. Next one is akshevana, which means the violent contractions of muscle. Next, vyalamrigadashana, which means bite or nail injury and attack from wild animals. Commonly animals, which means in ancient times attack from the animals are more common. That's why Acharya included as the Vyalamrigadashanam. Nowadays that is very relevant. Next one is the Abhighadam, which is called the trauma. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സന്ധിമുക്തം. അതിനെ നമ്മൾ ഡിസ്ലൊക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ഞാനിപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പൊക്കുന്നു, താക്കുന്നു, ഇതിന് നമ്മൾ ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് പറ്റാതിരിക്കുക, അതായത് ഫ്ലെക്ഷൻ ചെയ്യാൻ പറ്റില്ല, എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താ, പ്രസാരണ, ആകുഞ്ചനയോ രശക്തി, സന്ധിമുക്ത. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഫ്രാക്ചറും ഡിസ്ലൊക്കേഷനും ഇറ്റ് ഇസ് 2 രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ മാനേജ്മെൻറ്റും ഡിഫറെൻ്റ് ആണ്. സോ താങ്ക് യു.